ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി തക്കാളി അച്ചാറുമായിട്ടാണ്. നമ്മൾ സാധാരണ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഒക്കെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന് ഉപയോഗിക്കുന്ന കണക്ക് തന്നെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണ്. അപ്പോൾ ഇത് മാത്രം കൂട്ടി ഒരു പ്ലേറ്റ് ചോറ് തിന്നാമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയും ഈ ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു പ്ലേറ്റ് ചോറ് തിന്നാൻ പറ്റും. അത്രയ്ക്കും ഒരു വെറൈറ്റി ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം. ഞാനിവിടെ 1 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കുറച്ച് നേരം ഉപ്പ് ഇട്ട വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തതാണ്. ആദ്യം നമുക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പം അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്ന് നല്ലതുപോലെ വെള്ളം വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് വെള്ളം വന്നു തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും സമയം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടും. നല്ലതുപോലെ കുഴഞ്ഞ് കിട്ടണം, അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു അച്ചാറിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കാനുണ്ട്. ആദ്യം ഒരു 10 വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിനാവണം. ഒരുപാട് അങ്ങ് ഡാർക്ക് കളറൊന്നും ആകണ്ട. ഇനി 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടി വറുത്തെടുക്കണം. അപ്പോൾ ഒരുമിച്ചിട്ട് വറുത്തെടുത്താലും മതി. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാണ് വറുത്തെടുക്കുന്നത്. ഒരുമിച്ചിടുമ്പോൾ ചിലപ്പോൾ രണ്ടും ഒരേ സമയം മൂത്ത് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം 1 ടീസ്പൂൺ ഉലുവ എന്ന് വറുത്തെടുത്തു. പിന്നെ 1 ടീസ്പൂൺ കടുകും കൂടി വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഉലുവയും കടുകും വറ്റൽമുളകും ഇങ്ങനെ വറുത്ത് പൊടിച്ച് ചേർക്കുമ്പം അതിൻ്റെ ഒരു ഫ്ലേവർ പ്രത്യേകമായിട്ട് നമ്മുടെ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് നൽകും. അപ്പോൾ അതൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതാണ് നമ്മുടെ അച്ചാറിൻ്റെ മെയിൻ മസാല എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 തുടം വെളുത്തുള്ളി എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. എന്നാലും അതിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം നമ്മൾ കുറച്ചും കൂടി തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഈ മസാല എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏത് അച്ചാറുണ്ടാക്കുമ്പോഴും നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഒരു 4-5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് ആ കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് ചൂടായ ശേഷം മാത്രം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഡാർക്ക് ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി വറ്റൽമുളക് ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായത്തിൻ്റെ സ്മെല്ല് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കായം ചേർത്ത് കൊടുക്കാം. എണ്ണയിലോട്ടിട്ട് ഒരുപാട് നേരം മൂപ്പിക്കരുത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ തക്കാളി വെന്തിരിക്കുന്നതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയുടെ തീ ഓഫ് ചെയ്തിട്ടില്ല, അത് തീയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത സാധനങ്ങളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ മസാലപ്പൊടി നമ്മുടെ എണ്ണയിലോട്ടിട്ട് മിക്സ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ എണ്ണയിലിടാതെ നേരിട്ട് തന്നെ നമ്മുടെ അച്ചാറിലേക്ക് ഇട്ട് കൊടുത്തതാണ്. 2 രീതി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വിനാഗിരി ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി, ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിനാഗിരി ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിവെള്ളം, അത് നമ്മൾ തക്കാളി വേവിക്കുന്ന സമയത്ത് വേണം ചേർക്കാൻ, ഈ സമയത്തല്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ചൂടാക്കി കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റിയ ശേഷം തീ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പിക്കിൾ ഇവിടെ റെഡിയാണ്. സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ്. ഇതൊന്ന് ചൂടുമാറിയ ശേഷം മാത്രമേ നമ്മൾ സൂക്ഷിക്കാനുള്ള കുപ്പിയിലോട്ട് മാറ്റി വെക്കാവുള്ളൂ. ഞാനിതിപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു അടിപൊളി അച്ചാർ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.